ഗൈസ് നമ്മളിവിടെ പോണ്ടോ? പുഞ്ചഗിരി ഷാപ്പ്, പുഞ്ചഗിരി ലെഫ്റ്റ്. ഗൈസ് നമ്മൾ പുഞ്ചഗിരി ഷാപ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താ കഴിക്കാനുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഉസ്താദ് ഹോട്ടലിലൊക്കെ പോവും, പക്ഷേ ഇത് ഈ ഷാപ്പിൽ പോകുന്നത് സെക്കൻഡ് ടൈമാണ്. കൊല്ലത്തുള്ള ഒരു ഷാപ്പിൽ പോയിട്ടുണ്ട്, പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടായിരിക്കും. പിന്നെ അവിടെ AC ഒന്നും കാണത്തില്ല, അത് വേറെ. അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നില്ല, കാരണം നല്ല രീതിക്ക് ഉറങ്ങാണ്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. അവൻ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ എണീക്കട്ടെ എന്നുള്ള ഒരിതാണ്. ഇതേപോലെ സെയിം പാർക്കിംഗ് ഏരിയയും കയറി വരുമ്പോഴുള്ള വ്യൂ ഒക്കെ ഇതേപോലെ ആയിരുന്നു കൊല്ലത്തൊരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും, സെയിം. പിന്നെ അവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കാറും ബൈക്കും ലോറിയും എന്ത് വന്നാലും ട്രാവൽസ് വന്നാലും പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം. അമ്മ കള്ളു കുടിക്കും. അമ്മ ഇങ്ങോട്ട് നോക്ക്, അമ്മ കള്ളു കുടിക്കും. ഡാഡിക്ക് പുഞ്ചഗിരി ഷാപ്പിൽ വന്ന പറ്റി രണ്ട് വാക്ക്. ഇത് ഷാപ്പിലേക്ക് കയറാനുള്ള ഒരു എൻട്രി സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു പാത്ത് വേയിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇത് അവിടെ റൂമായിട്ടും ഉണ്ട്. റൂം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇരുന്നിരിക്കാനുള്ള സ്പേസും ഉണ്ട്, അല്ലാണ്ട് ഓപ്പണായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയ ഓപ്പൺ സ്പേസാണ്. നല്ല കാറ്റൊക്കെ അടിക്കും പുറത്തിരുന്ന്. പക്ഷേ റൂമിലിരുന്ന് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല അത്ര കാറ്റൊക്കെ. അവിടെ ഫാനുണ്ട്, പക്ഷേ ചൂടായത് കാരണം ഞങ്ങൾ പുറത്തായിരുന്നത്. ഞാനിരുന്ന് ഉറങ്ങുന്ന കാരണം കിടത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഷോൾ വെച്ചിട്ട് ടേബിളിലാണ് കിടത്തിയത്. പിന്നെ നമ്മൾ മീനായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ നോക്കാൻ പോയി, പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ ഞണ്ടും പിന്നെ കൊഞ്ചുമൊക്കെയാണ് പറഞ്ഞത്. കാരണം ഉസ്താദ് ഹോട്ടലിൽ പോകുമ്പോൾ എപ്പോഴും മീനൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങളൊന്ന് പോയി നോക്കാനായിട്ടൊന്ന് പോയായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല. കുറച്ച് ഓർഡർ ചെയ്തിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി കുറച്ചേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വന്നപ്പോഴത്തേക്ക് നല്ല എരിവുണ്ടായിരുന്നു. എല്ലാം നല്ല എരിവായിരുന്നു. നമ്മൾ ഫിഷ് വെക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കള്ള് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് എനിക്കൊന്നൊരു 45 മിനിറ്റ്സോളം ഞങ്ങളവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഇപ്പം ഒരു ഡിഷ് വന്നിട്ടാണെങ്കിലും അടുത്ത ഡിഷ് പറഞ്ഞ് ഒരു ½ an hour കഴിഞ്ഞാലേ അടുത്തത് വരത്തുള്ളൂ. അങ്ങനെ കുറേ ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കള്ള് 2 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കുറഞ്ഞതും കൂടിയതും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ രണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്ത് കുടിച്ചപ്പോഴത്തേക്ക് രണ്ടും സെയിം ടേസ്റ്റൊക്കെ ആയിരുന്നു. വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഉമ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഉമ്മ കൊട്ടി പിടിച്ചില്ല. വിശന്നിരുന്ന് പണ്ടാരടങ്ങിയപ്പോഴത്തേക്ക് അത് അറ്റ് ലാസ്റ്റ് ഫുഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യമേ കപ്പയും കൊഞ്ച് റോസ്റ്റും ഒക്കെയാണ് വന്നത്. ഞണ്ട് റോസ്റ്റൊക്കെയാണ് വന്നത്. പിന്നെ തൽക്കാലം അത് കഴിച്ച് കുറച്ച് വിശപ്പാറ്റാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ഉള്ള വിശപ്പെല്ലാം പോയി. അവസാനം കറി വരുമ്പോഴത്തേക്ക് അപ്പം കാണത്തില്ല, അപ്പം ഉള്ളപ്പം കറി കാണത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥയായി. പിന്നെ ബാക്കി വന്നത് പാർസൽ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി.
ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചുള്ളൂ, പക്ഷേ റേറ്റ് നല്ല റേറ്റാണ്. പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റിക്കും ഒക്കെ നിങ്ങൾ ഉസ്താദ് ഹോട്ടലിൽ പോയി കഴിക്കുമെങ്കിൽ അറൗണ്ട് ഒരു 2000 ഒക്കെ ചാർജ് വരത്തുള്ളൂ. പക്ഷേ ഇവിടെ നല്ല റേറ്റ് അങ്ങ് ഹെവി ആയിപ്പോയി. ഞങ്ങളെന്നാൽ ഒന്നും കഴിച്ചത് പോലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുമായി. കുഴപ്പമില്ലെന്ന് പറയാം. അടി എങ്ങനെ ഉണ്ടായിരുന്നു? അടി ഫുഡ് കൊള്ളാമോ? ഗായ്സ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചിരിക്കുന്നു ഗായ്സ്. കുഴപ്പമില്ല, പക്ഷേ പ്രൈസ് കുറച്ച് കൂടി പോയി ഗായ്സ്.